Good morning. Today I would like to discussing about meaning of auditing. Next one, internal, external and government audit. And last one, power and duties of an auditor. Auditing is defined as on-site verification activity such as inspection or examination of a process or quality system to ensure compliance to requirements. An audit can apply to an entire organization or might be specific to a function, process, or production step. On-site verification ആക്ടിവിറ്റിയാണ് ഓഡിറ്റിങ്ങിലൂടെ നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അതിൻ്റെ ഓൺ-സൈറ്റ് വെരിഫിക്കേഷൻ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ് ഓഡിറ്റിങ്ങിലൂടെ നടക്കുന്നത്. The types of audits are first one, internal audits. Internal audits are performed by the employees of a company or organization. These audits are not distributed outside the company. Next, internal audits are used to improve the decision making within a company by providing managers with actionable items to improve internal controls. Next one, management teams can also utilize internal audit to identify the flaws or inefficiencies within before allowing external auditors to review the financial statements. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ആദ്യം നടക്കുന്ന ഓഡിറ്റാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഇന്റേണൽ പാർട്സ് അല്ലെങ്കിൽ ഇന്റേണൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിനകത്ത് വരുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, വൗച്ചേഴ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം കൃത്യമായിട്ടും ഇന്റേണൽ ഓഡിറ്റേഴ്സ് അനലൈസ് ചെയ്തും അത് വെരിഫൈ ചെയ്യും. അപ്പോൾ അത് ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷനിലെ ബെറ്റർ ഡിസിഷൻസ് എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇന്റേണൽ കൺട്രോളിംഗ് മാനേജ്മെന്റ് കൂടുതൽ പെർഫോം ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇൻഎഫിഷ്യൻസീസ് ഏതെങ്കിലും മേഖലയിൽ എംപ്ലോയീസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനും ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കും. ഇന്റേണൽ ഓഡിറ്റിംഗ് എക്സ്റ്റേണൽ ഓഡിറ്റിന് മുമ്പായിട്ട് നടത്തുന്ന ഒരു മെയിൻ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് എറേഴ്സൊക്കെ കിട്ടുന്ന, അതായത് എറേഴ്സൊക്കെ ക്ലിയർ ചെയ്യാൻ കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്. External audit performed by external organization and third parties. External audits provide an unbiased opinion that internal auditors might not be able to give. External financial audits are utilized to determine any material misstatements or errors in a company's financial statement. എക്സ്റ്റേണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് ആണ് എക്സ്റ്റേണൽ ഓഡിറ്റിങ് ഒരു കമ്പനിയുടെ നടത്തുന്നത്. അപ്പോൾ മെയിനായിട്ടും അൺബയാസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് നമുക്ക് ആവശ്യം. ബയാസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് മറ്റുള്ളവരുടെ പ്രോംപ്റ്റ്നെസ്, പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പോ ഒന്നും ഇതിനകത്ത് അഫക്റ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടീനെ എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. they are very efficient and high knowledge in this field. External financial audits are utilized to determine any material misstatements or errors in a company's financial statement. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടൊരു ഒരു ഇൻഫർമേഷൻ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് വഴിയായിട്ട് ലഭിക്കുന്നു. Next, when an auditor provides an unqualified opinion or clear opinion, it reflects that the auditor provides confidence that the financial statements are represented with accuracy and completeness. അതായത് ഓഡിറ്റർ എപ്പോഴും ഒരു ക്ലിയർ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ
ഈ ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ എപ്രകാരമാണോ അത് എപ്പോഴും എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ആക്യുറസി അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ്നെസ് അനുസരിച്ചായിരിക്കും ഒരു ഓഡിറ്റർ തൻ്റെ അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ റിഫ്ലക്ഷൻസ്, അയാളുടെ ഒപ്പീനിയൻസ്, അയാളുടെ സജഷൻസ്, റെക്കമെൻഡേഷൻസ് എല്ലാം ഈ ഫിനാൻഷ്യൽ റെക്കോർഡ്സിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് അനുസരിച്ചായിരിക്കും അയാൾ ഒപ്പീനിയൻ പറയുന്നത്. Next, external audits are important for allowing various stakeholders to confidently make decisions surrounding the company being audited. We know who are the stakeholders. Stakeholders are related with the activities of the business organization. For example, investors are one of the main stakeholders, shareholders, companies, employees, government institutions, customers, sundry creditors. These all are the stakeholders of the company. To satisfy the stakeholders, one of the main objectives of the external audit. പ്രോപ്പർ ഓഡിറ്റിംഗ് നടത്തിയെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് കൃത്യമായിട്ട് നടത്തിയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മനസ്സിൽ നല്ലൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. We already discussed the internal audits and external audit. The key difference between external auditor and internal auditor is that an external auditor is independent person. He may be an outside candidate. It means that they are able to provide a more unbiased opinion rather than an internal auditor. Internal auditor പലപ്പോഴും എന്താണ് ഒരു ബിസിനസ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ബയാസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ അൺബയാസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സജഷൻസും റെക്കമെൻഡേഷൻസും കോമൺ പബ്ലിക് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അത് മനസ്സിലാക്കുമ്പോൾ അവരതിനകത്ത് കൂടുതൽ കോൺഫിഡൻ്റ് ആവാൻ ഒരുപാട് സാധ്യതകളാണ് ഉള്ളത്. ഇന്റേണൽ ഓഡിറ്റിങ്ങിനകത്ത് എംപ്ലോയി റിലേഷൻഷിപ്പ് പലപ്പോഴും ആ കമ്പനിയിലെ എംപ്ലോയീസ് തന്നെയായിരിക്കും ഇന്റേണൽ ഓഡിറ്റിങ് നടത്തുന്നത്. അപ്പോൾ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇതിന് ഒരു പലപ്പോഴും തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. അതായത് നല്ല സത്യാവസ്ഥകൾ എന്താണ് ഒപ്പീനിയനായിട്ട് പറയുമ്പോൾ അത് പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ വരെയുള്ള ചാൻസസ് ഉണ്ട്. പലപ്പോഴും എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിനെയാണ് ആളുകൾ കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്നത്. There are many well-established accounting firms that typically complete external audits for various corporations. The most well-known are the Big Four, Deloitte എന്ന് പറയുന്ന കമ്പനി, KPMG, Ernst and Young and പ്രൈസ് വാട്ടർഹൗസ് കൂപ്പേഴ്സ്. ഇവരൊക്കെ അറിയപ്പെടുന്ന അക്കൗണ്ടിങ് ഫേംസുകളാണ്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്ന അക്കൗണ്ടിങ് ഫേംസുകളാണ്. നെക്സ്റ്റ് വൺ, ഗവൺമെന്റ് ഓഡിറ്റ്. Government audits are performed to ensure that financial statements have been prepared accurately to not misrepresent the amount of taxable income of a company. Government auditing എൻഷുർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ടും ആക്യുറേറ്റ് ആയിട്ട്, അതായത് ഒരു മിസ്റെപ്രസെന്റ് വരാതെ രീതിയിൽ കൃത്യമായിട്ട് കമ്പനിയുടെ ഇൻകം അനുസരിച്ച് ടാക്സ് പേ ചെയ്യുന്നതിനുള്ള അതാണ് ഗവൺമെന്റ് ഓഡിറ്റിങ്ങിനകത്ത് വരുന്നത്. The government maintains a separate department in the name of Account and Audit Department, which performs the audits of its different and offices. അതായത് ഗവൺമെന്റിന് തന്നെ ഒരു ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരു അക്കൗണ്ട്സ് ജനറൽ ഓഫീസർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലാം ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. മെയിനായിട്ടും ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു എൻഷുർ ദ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഔട്ട് ഓഫ് ദ ഫണ്ട് വിച്ച് ഹാസ് സാങ്ഷൻഡ് ബൈ ദ കമ്പോണന്റ് അതോറിറ്റി.
Next, to verify the expenditure of the government department is sanctioned in accordance with the rules and regulations of the department concerned. ഗവൺമെന്റിന്റെ വരവ് ചെലവുകൾ കൃത്യമായിട്ടും ഓഡിറ്റ് എടുത്ത ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ വരവും ചെലവും എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തു പോകുക എന്നുള്ളതാണ്. അതിനകത്ത് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസ് വെച്ചുകൊണ്ടാണ് ഇതിനകത്ത് അതായത് ഗവൺമെന്റ് ഓഡിറ്റിംഗ് മാത്രമല്ല എല്ലാത്തിലും ഓഡിറ്റിംഗ് നടത്തുന്നത്. മെയിനായിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പബ്ലിക് എന്റർപ്രൈസസിലൊക്കെയാണ് ഗവൺമെന്റ് ഓഡിറ്റിംഗിന്റെ പരിധിയിൽ വരുന്നത്. Next one, powers and duties of an auditor. First one, every auditor has right of access to the books of account and vouchers of the company at all times. എപ്പോൾ വേണമെങ്കിലും കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കുവാനായിട്ടുള്ള ആക്സസ് ചെയ്യാനായിട്ടുള്ള എന്താണ് അധികാരം ഓഡിറ്റേഴ്സിനുണ്ടാവും. The auditor of a holding company also has right of access to the records of the subsidiary company if they are necessary for the purpose of consolidation. അതായത് ഒരു ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയെ ഏറ്റെടുക്കുന്നതാണ് ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഓഡിറ്റർക്ക് ഒരു സബ്സിഡിയറി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് പരിശോധിക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് കൺസോളിഡേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പരിശോധിക്കാനായിട്ടുള്ള അധികാരം ഉണ്ട്. Third one, an auditor also has a right to receive notice of any general meeting. He may attend it himself or through his authorized representative who is also qualified to be an auditor. ഒരു ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ജനറൽ മീറ്റിങ്ങിൽ നോട്ടീസ് കൈപ്പറ്റുവാനും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കും. Next, an auditor also has a right to receive information and explanation matters which are necessary for the performance of his duties. അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചുമതലകളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻഫർമേഷൻസും റിസീവ് ചെയ്യാനും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുവാനായിട്ടുള്ള എന്താണ് ഉത്തരവാദിത്വവും ഡ്യൂട്ടീസും ഉണ്ട്. അതുപോലെ തന്നെ പവറും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. Fifth one, the company makes loans and advances against proper security and the terms of these are prejudicial to the interest of the company. അതുപോലെ തന്നെ കമ്പനിയുടെ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ കമ്പനിക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ പലപ്പോഴും കമ്പനി ലോൺ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ സെക്യൂരിറ്റീസ് വെച്ചിട്ടാണോ അല്ലെങ്കിൽ കമ്പനിയുടെ താല്പര്യം അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ടും വിലയിരുത്തുവാനും ഉള്ള അധികാരവും ഡ്യൂട്ടിയും ഒരു ഓഡിറ്റർക്കുണ്ടാവും. One, transactions that merely represents a book entry are prejudicial to the interest of the company. അതുപോലെ തന്നെ കൃത്യമായിട്ടും കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആണ് അതായത് ഓരോ ട്രാൻസാക്ഷൻസ് ഓരോ ഇടപാടുകൾ നടന്നിട്ടുള്ളതെന്ന് അത് അനലൈസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടോ ചെക്ക് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ട്. Seventh one, in the case of a company which is not an investment or banking company, it sells the asset. They are in the form of shares, debentures, and other securities at a price less than their purchase price. അപ്പോൾ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ മറ്റുള്ള സെക്യൂരിറ്റീസ് ഒക്കെ നമുക്ക് വിൽക്കുവാനും അതുപോലെ തന്നെ വാങ്ങുവാനുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഒരു ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കും. The company shows the loans and advances that it makes as a deposit. പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അത് പലപ്പോഴും പിന്നെ ഡെപ്പോസിറ്റുകൾ ഇതെല്ലാം അത് കൃത്യമായിട്ടും അനലൈസ് ചെയ്യാനായിട്ടുള്ള ചെക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, ഇറ്റ് ചാർജസ് ദ പേഴ്സണൽ എക്സ്പെൻസസ് ടു റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിൽ പേഴ്സണൽ എക്സ്പെൻസസ് അത് ചാർജ് ചെയ്യാനായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ ഡ്യൂട്ടി ഒരു ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കും.